സൈബറിടങ്ങളിലെ അധിക്ഷേപ പരാമർശം വലിയ പ്രയാസമുണ്ടാക്കുന്നതെന്ന് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ കമന്റുകളുടെ ഉത്ഭവം കണ്ടെത്തിയിട്ടുണ്ട്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. കേരളത്തിലെ വനിതാ കമ്മീഷനും സാംസ്കാരിക പ്രവർത്തകരും ഇത് കാണുന്നില്ലെന്നും വിഷയത്തിൽ ഇരട്ടത്താപ്പാണ് നടക്കുന്നതെന്നും ഫാത്തിമ തഹ്ലിയ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയാണ് നമുക്കൊപ്പം ചേരുന്നത്. അവസാന ഘട്ടത്തിലേക്ക് പ്രചരണം എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? ഓടി നടക്കുകയാണ്. മാക്സിമം ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരമാവധി എല്ലാ ആളുകളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നു. നിലവിൽ എങ്ങനെയാണ് മണ്ഡലത്തിലെ പ്രതീക്ഷകളൊക്കെ, ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? 100% വളരെ പോസിറ്റീവായിട്ടാണ് ആളുകളൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ ഇനി എന്താണ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ആളുകൾക്ക് എന്ത് പ്രതിസന്ധിയാണ് ഉള്ളത്, അതൊക്കെ തുറന്ന് സംസാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു വിഷയം, ഇന്നലെ പ്രതിഭയ്ക്കെതിരെ ഉണ്ടായ ഒരു അധിക്ഷേപം, അതിൽ ലീഗ് ശക്തമായ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ സൈബർ ഇടത്തിൽ ഫാത്തിമ തഹ്ലിയ അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? 100% എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രമാത്രം ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിൽ ആക്റ്റീവാണോ അത്രത്തോളം എനിക്ക് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നപ്പം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതൊരിക്കലും ഞാൻ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ആ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സുകളിൽ അതിന്റെ അടിയിൽ വരുന്ന ഓരോ എഴുത്തുകളും പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതൊക്കെ പേരാമ്പ്രയിലുള്ള ആളുകൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രയാസത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. ഇതിന് നിയമ നടപടി എന്താണോ അത് സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അത്തരത്തിലുള്ള അധിക്ഷേപ കമന്റുകൾ വരുന്നത് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് പരിശോധിച്ചിട്ടുണ്ട്. ആ കമന്റുകളുടെ ഒക്കെ ഉത്ഭവം പരിശോധിച്ച് നോക്കിയാൽ, അതിന്റെ കണ്ടന്റ് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. അതിന് പിന്നിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. നിരന്തരമായിട്ട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിന്, അധിക്ഷേപം നടത്തുന്നതിന്, ബോഡി ഷേമിംഗ് നടത്തുന്നതിന്, എങ്ങനെയൊക്കെയാണോ ഒരാളെ പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മാനസികമായിട്ട് തകർക്കുക, അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇത്രയും കാലം ആ രൂപത്തിൽ തന്നെയാണ് അവർ എനിക്ക് നേരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിലപ്പുറം ഇതൊരു വലിയ ആയുധമാണ്. ഇത് അവരുടെ മുമ്പിലുള്ള എന്തൊക്കെയാണോ ഇത്തരത്തിൽ ആളുകളുടെ മുമ്പിലുള്ള ആയുധം, അതിലേറ്റവും പ്രധാനപ്പെട്ട വലിയ ക്രൂരമായിട്ടുള്ള ഒരു അക്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ